ഹലോ, നമസ്കാരം. NR ഹോം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ചെറിയ ഒരു പണി ചെയ്യുന്ന ഒരു രീതിയാണ്. ചെറിയൊരു നമ്മളത് ജോയിൻ്റ് ഒക്കെ ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയ രീതിയാണ് നിങ്ങളിലേക്ക് എത്തിക്കാം എന്ന് ഞാൻ കരുതുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പല രീതിയിലും നമ്മൾ ജോയിൻറ്റുകൾ ചെയ്യും തടിയിൽ. അപ്പോൾ ആ ജോയിൻറ്റ് ചെയ്യാൻ പല മാർഗ്ഗങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ജോയിൻറ്റ് ചെയ്യുന്നത് ഒരു തടി വെട്ടിയടിച്ച് അതിനകത്തൊരു പല്ല് വെട്ടിയടിച്ച് എടുക്കുന്ന രീതിയാണ്. ഇത് പലരും പല രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു വർക്ക് ചെയ്യുന്നത് കറക്റ്റ് പെർഫെക്ഷനായിട്ട് അത് നമ്മൾ ചെയ്യുന്ന വർക്ക് കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് ആ ജോയിന്റ് ക്ലിയർ ആവത്തില്ല. പിന്നെ നമുക്ക് എല്ലാവരും ഈ പണി ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം കൂടുതലും ഓൺലൈൻ പടിപെടുത്തക്കാരാണ് കൂടുതലും. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് കാര്യങ്ങൾ അറിയാതെ അവർ വർക്ക് ചെയ്തിട്ടും കാര്യമില്ല. അപ്പോൾ നമ്മൾ ആ ചെയ്യുന്ന പണിയുടെ ഉദ്ദേശം എന്താണ്, അപ്പോൾ എങ്ങനെ ചെയ്താലാണ് ആ പണി ക്ലിയർ ആവുക, അപ്പോൾ ഇതിൻ്റെ മെയിൻ ആവശ്യങ്ങൾ എന്താണ് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി തരുന്ന കൊച്ചു വീഡിയോ ആണ്. അപ്പോൾ ആ ജോയിന്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഈ ഇടയ്ക്ക് ഒരു വർക്കിന് വേണ്ടി ഒരാളെ വിളിക്കുകയുണ്ടായി. അപ്പോൾ കക്ഷി പണി അറിയാമെന്ന് പറഞ്ഞ് കക്ഷി ചെയ്തു. പക്ഷേ എത്ര പ്രാവശ്യം ചെയ്തിട്ടും കക്ഷിക്കത് അങ്ങോട്ട് പെർഫെക്റ്റ് ആയിട്ട് ഈ ഒരു ജോയിന്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരുപാട് തവണ ആയപ്പോൾ ഞാൻ തന്നെ അത് മേടിച്ച് ക്ലിയർ ചെയ്യുകയാണ് ചെയ്തത്. ഞാൻ വഴക്കൊന്നും പറഞ്ഞില്ല, ഞാൻ കുറ്റവും പറഞ്ഞില്ല, ഞാനാണ് പറയത്തില്ല. പക്ഷേ കക്ഷി നല്ലൊരു പണിക്കാരനാണ്. പക്ഷേ ഈ ഒരു രീതിയിൽ വെട്ടി അത് കറക്റ്റ് കൊള്ളിച്ച് ജോയിൻ ചെയ്യാനായിട്ട് ഒരുപാട് ശ്രമിച്ചിട്ടും നടക്കാതെ വന്നപ്പോൾ അത് ഞാൻ അതിൻ്റെ കറക്റ്റ് മാർഗ്ഗങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് അപ്പോൾ ഒരു വീഡിയോ ആക്കി എടുക്കാമെന്ന് ഞാൻ കരുതി.
അപ്പോൾ ഇതാണ് ഈ ജോയിന്റ്. ഇങ്ങനെയാണ് എടുത്തേക്കുന്നത്. പടപ്പാതി വെട്ടിയിട്ട് ഒരു പല്ലും കൂടെ വെച്ചാണ് ജോയിന്റ് ചെയ്തേക്കുന്നത്. ഇത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഒരുപാട് പേർക്ക് അറിയാം, പക്ഷെ ഇത് ചെയ്യുന്നത് കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ജോയിന്റ് ആണ്. സംഭവം കൊണ്ട് മറിയത്തോ പിരിവത്തൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ ഓപ്ഷൻ ഉണ്ട് ബേക്കിൽ 2 സ്ക്രൂ വയ്ക്കാനായിട്ട്. സ്ക്രൂവും കൂടെ വെച്ച് കഴിഞ്ഞാൽ നല്ല പിടുത്തമായിരിക്കും. മെയിനായിട്ട് ഇത് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ജോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് വിട്ടുകൊടുക്കത്തില്ല. അതാണ് മെയിൻ ഇത്. ഇതിങ്ങനെയൊക്കെ ചെയ്യുന്നത് വലിയ കട്ടളയൊക്കെ നമ്മൾ പണിയുന്ന സമയത്ത് പടിക്ക് നീളം കൂട്ടേണ്ടി വന്നാലോ, സോപാനത്തിന്റെ ചാരുപഞ്ചൊക്കെ പണിയുന്ന സമയത്ത് നമുക്ക് നീളം കൂട്ടേണ്ടി വന്നാലോ ഒക്കെ ഇതിനൊക്കെ നമുക്ക് ജോയിന്റ് ചെയ്യാം. ഈ ജോയിന്റിനുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മുറി നമ്മൾ ടൈം എടുത്ത് നല്ലപോലെ കുത്തിക്ക് കൊള്ളിച്ച് വൃത്തിയായിട്ട് പണിഞ്ഞു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. മുറി നല്ല കണ്ടീഷനായിട്ട് കൊള്ളും. അത് മാത്രമല്ല നല്ല ടൈറ്റിന് പൊട്ടിപ്പോവാതെ അടിച്ചിറക്കി കഴിഞ്ഞാൽ വേഗമാണ്. അപ്പം ഇതെങ്ങനെയാണ് തട്ടി കയറ്റുന്നതെന്ന് കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ പടപ്പാതി വെട്ടി പല്ലും വെട്ടി ജോയിൻ ചെയ്യുന്നത്. ഇത് സാധാരണ ചിലർ പടപ്പാതി മാത്രം വെട്ടും, ചിലർ പല്ല് മാത്രം വെച്ച് വെട്ടും. അപ്പൊ ഈ പല്ല് മാത്രം വെച്ച് വെട്ടുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ ഒന്ന് താപ്പോട്ട് ഒന്ന് വളയ്ക്കേണ്ടി വന്നാൽ ഇത് വളഞ്ഞു കൊടുക്കും. ഊരി പോകാനുള്ള ചാൻസ്, വളവ് വരാനുള്ള ചാൻസും ഉണ്ട്. ഇത് രണ്ടും കൂടെ ചേർത്താണ് ഇപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്നത്. ബേക്കിൽ പടപ്പാതിയും വെട്ടി ഫ്രണ്ടിലൊരു പല്ലും കൂടെ വെട്ടിയിട്ടാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ കൊച്ചറിവ് മറ്റുള്ളവരിലേക്കും കൂടെ എത്തിച്ചു കൊടുക്കുക.